നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2.5 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ തന്നെ ബന്ധപ്പെടുത്താൻ ബോധപൂർവം ശ്രമം നടന്നുവെന്ന് പ്രതികരിച്ച് ജോൾസൺ ദേവിദാസൻ രംഗത്ത്. പരാതി കിട്ടിയതുകൊണ്ടാണ് സ്റ്റേഷനിൽ പോയത്. കോവിഡിന് മുമ്പാണ് ഹരികുമാർ തന്റെ അടുത്ത് വന്നത്. ബുദ്ധിമാന്ദ്യം മാറി കിട്ടട്ടെ എന്ന് കരുതിയാണ് തന്റെ അടുത്ത് കൊണ്ടുവന്നതെന്നാണ് ദേവിദാസൻ പറഞ്ഞത്. അവസാനമായി ഹരികുമാറിനെയും ശ്രീധുവിനെയും 7 മാസം മുമ്പാണ് കണ്ടതെന്ന് ദേവിദാസൻ പറയുന്നു. ഹരികുമാറിന്റെ സ്വഭാവത്തിൽ പിന്നീട് മാറ്റം വന്നുവെന്നും മാനസികമായി വൈകല്യമുണ്ടിയെന്ന് തോന്നിയിരുന്നുവെന്നും ദേവിദാസൻ പറഞ്ഞു. ഹരികുമാർ എന്ത് പറഞ്ഞാലും ധിക്കാരത്തോടെ സംസാരിക്കും. ശ്രീധുവിൽ നിന്ന് 1 പൈസ പോലും വാങ്ങിച്ചിട്ടില്ലെന്ന് ദേവിദാസൻ വ്യക്തമാക്കി. ഹരികുമാർ ജോലി ചെയ്തിരുന്ന പൈസ അമ്മയും സഹോദരിയുമാണ് വാങ്ങിയിരുന്നത്. പൈസ കൈകാര്യം ചെയ്യാനുള്ള മാനസിക ശേഷിയും ഹരികുമാറിന് ഇല്ലായിരുന്നു. നോട്ടെണ്ണാൻ പോലും ഹരികുമാറിന് അറിയില്ലായിരുന്നു എന്നാണ് ദേവിദാസൻ പറയുന്നത്. ഇന്ന് 10 മണിക്ക് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസുമായി പൂർണ്ണമായും സഹകരിക്കും. മൊബൈൽ പോലീസിന്റെ കൈവശമാണ്. ആരോപണത്തിൽ 1% പോലും കഴമ്പില്ലെന്ന് ദേവിദാസൻ പറയുന്നു. ശ്രീധുവിനെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചത് ആയിരിക്കാം. ഒരു മാസ്റ്റർ ബ്രെയിൻ ഇതിന് പിന്നിലുണ്ടാകും. അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല. അത്തരം പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ഹരികുമാറിന്റെ സ്വഭാവം മാറിയതോടെ പറഞ്ഞു വിടുകയായിരുന്നുവെന്ന് ദേവിദാസൻ വ്യക്തമാക്കി. ഹരികുമാറും ശ്രീധുവുമായി ബന്ധമുള്ളതിനാൽ ദേവിദാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. 2 ആഴ്ച മുമ്പ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രദീപിനെതിരെ ശ്രീധു പരാതി നൽകിയിരുന്നു. 34 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം ഇപ്പോൾ പറയാനും കഴിയില്ല. ശ്രീധുവിന് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം തുടരന്വേഷണത്തിൽ വ്യക്തമാകുമെന്നും SP പറഞ്ഞു. കൂടാതെ ജ്യോതിഷി ദേവിദാസിനെ പോലീസ് ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യും. ഇയാളുടെ പക്കൽ നിന്ന് ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ദേവിദാസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും. കരിക്കകത്തെ ജോൾസനായ ദേവിദാസന്റെ സഹായിയായി ഹരി ജോലി ചെയ്തിട്ടുണ്ട്. കോവിഡിന് മുൻപ് ദേവിദാസിനൊപ്പം പൂജകളിൽ പങ്കാളിയായിട്ടുണ്ട്. എഴുതാനോ വായിക്കാനോ അറിയില്ല, പക്ഷെ നന്നായി തിമില വായിക്കുമെന്നാണ് ദേവിദാസൻ പറയുന്നത്. പണം എണ്ണാനോ കൈകാര്യം ചെയ്യാനോ അറിയാത്ത ഹരി അത് രാവിലെ എഴുന്നേറ്റ് വിളക്ക് വെക്കുകയും പൂജാകാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. തിമില വായനയിലെ പ്രാഗൽഭ്യമാണ് ഹരിയെ കൂടെ നിർത്താൻ തനിക്ക് പ്രേരണയായതെന്ന് ജോൾസൺ പ്രതികരിച്ചു. കുട്ടിയുടെ അമ്മ ശ്രീധു വളരെ വാത്സല്യത്തോടെയാണ് ഹരിയെ നോക്കിയിരുന്നതെന്നും പിന്നീട് സ്വഭാവം മാറിയെന്നും ഇയാൾ വ്യക്തമാക്കുന്നുണ്ട്. വല്ലാത്ത ദേഷ്യവും പെരുമാറ്റത്തിൽ മാറ്റവും തോന്നിയപ്പോൾ രക്ഷിതാക്കളെ വിളിപ്പിച്ച് പറഞ്ഞുവിട്ടു. ശ്രീധു കോവിഡിന് മുമ്പ് തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഹരിയുടെ പണം വാങ്ങാനാണ് വന്നതെന്നും ദേവിദാസൻ പറഞ്ഞു. എന്നാൽ ആ പയ്യൻ അധ്വാനിച്ച പണം അവന്റെ കയ്യിലേക്ക് കൊടുക്കൂ എന്ന് താൻ പറഞ്ഞുവെന്നും ജോൾസൺ പറയുന്നു. ശ്രീധു ഒരു ക്ഷേത്രത്തിൽ പാത്രം കഴുകാനാണ് നിന്നിട്ടുണ്ട്. അന്നവിടെ താൻ ദൈവപ്രശ്നത്തിന് പോയപ്പോൾ അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്തു. എന്നാൽ താനുമായി ഒരു പണമിടപാടും നടത്തിയിട്ടില്ല എന്നും ജോൾസൺ അവകാശപ്പെടുന്നുണ്ട്. സഹോദരിയോടുള്ള പ്രത്യേക താല്പര്യവും അത് എതിർത്തതിലുള്ള വൈരാഗ്യമാണ് കുഞ്ഞിനോട് തീർത്തതെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഹരികുമാറിന് പ്രായം വെറും 24 വയസ്സാണ്. എഴുത്തും വായനയും അറിയില്ല. ഉയരം നന്നേ കുറവ്. പക്ഷെ ഇതൊന്നും തെറ്റല്ല. പക്ഷെ സഹോദരിയോട് പോലും പാടില്ലാത്ത ബന്ധം ആഗ്രഹിക്കുന്ന സഹോദരൻ, തന്നോടുള്ള സ്നേഹം കുഞ്ഞുങ്ങളോട് പങ്കിട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന അമ്മാവൻ, സഹോദരിയോടുള്ള താല്പര്യത്തിനായി ഉറങ്ങിക്കിടക്കുന്ന പിഞ്ചോമനെ കൂട്ടിപ്പിടിച്ച് കിണറ്റിലറിഞ്ഞ ക്രൂരത, ഇതൊന്നും സാധാരണ മനോനിലയിലുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.